ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിന്റെ യുദ്ധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ അതിപ്രധാനമായ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കപ്പൽ വേദ ക്രൂയിസ് മിസൈലുകൾ ആന്റി ഷിപ്പ് മിസൈലിന്റെ കരാറിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ നാവികസേനയുടെ കിലോ ക്ലാസ് അന്തർവാഹിനികളിൽ സായുധമാക്കാൻ സാധ്യതയുള്ള കപ്പൽ വേദ ക്രൂയിസ് മിസൈലുകൾ വാങ്ങുന്നതിനായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. പുതുതായി വാങ്ങുന്ന ഈ മിസൈലുകൾ ഇന്ത്യയുടെ കിലോ ക്ലാസ് അഥവാ സിന്ധു ഘോഷ് ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ സംയോജിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1980കളിലാണ് ഈ കിലോ ക്ലാസ് അന്തർവാഹിനികൾ ഏറ്റെടുത്തത്. സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷം റഷ്യയിൽ ഇതിന്റെ നിർമ്മാണം തുടരുകയും അവസാന യൂണിറ്റായ INS സിന്ധു ശാസ്ത്ര 2000-ൽ കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. വർഷങ്ങളായി ഈ അന്തർവാഹിനികൾ അവയുടെ പ്രവർത്തന ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. സമീപ വർഷങ്ങളിൽ നിരവധി യൂണിറ്റുകൾ നിർത്തലാക്കിയതിനു ശേഷം ഇപ്പോൾ ഏകദേശം 7 അന്തർവാഹിനികളാണ് ഇന്ത്യൻ നാവികസേനയിൽ ഉള്ളത്. റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായി ശക്തമായ ബന്ധം നിലനിർത്തി സായുധ സേനയ്ക്കായി നിർണായക പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഈ അന്തർവാഹിനികൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള കാലിബർ ക്രൂയിസ് മിസൈലുകൾ ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള മുൻ കരാറുകളെ പിന്തുടരുന്നതാണ് ഈ പുതിയ കരാർ. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു വികസനമാണ് നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം വളർത്തുന്നതിനുമുള്ള ഒരു സുപ്രധാന നീക്കം. അതായത് അടുത്ത തലമുറ ആണവോർജ വിമാനവാഹിനി കപ്പലിന്റെ സഹവികസനത്തിനായി ഇന്ത്യയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ ഫ്രാൻസ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. 2030കളുടെ അവസാനത്തിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 75,000 ടൺ ഭാരമുള്ള ഒരു കപ്പൽ നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതൊരു നിസ്സാര കപ്പലായിരിക്കില്ല. കാരണം ഏകദേശം 30 റാഫേൽ ന്യൂ ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ, 2 E-2D ഹോക്കി വിമാനങ്ങൾ, 6 ഇടത്തരം ഹെലികോപ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു എയർ ഗ്രൂപ്പിനെ ഉൾക്കൊള്ളുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 17,000 ചതുരശ്ര മീറ്റർ ഫ്ലൈറ്റ് ഡെക്കും അനുബന്ധ ഹാങ്കറുകളും ഈ വിമാനവാഹിനി കപ്പലിൽ ഉണ്ടായിരിക്കും എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ കപ്പലിന് ഏകദേശം 305 മീറ്റർ നീളവും പരമാവധി 79 മീറ്റർ ബീമും ഉണ്ടായിരിക്കും. ചില സ്രോതസ്സുകൾ പറയുന്നത് ഈ കപ്പൽ ഏകദേശം 78,000 ടൺ വരെ സ്ഥാനചലനം ഉണ്ടാകും എന്നാണ്. അതുപോലെ അമേരിക്കൻ നാവികസേന ഫോർഡ് ക്ലാസ് കാരിയർക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത മീറ്റിംഗ് സിസ്റ്റങ്ങളായ ഇലക്ട്രോ മാഗ്നറ്റിക് എയർക്രാഫ്റ്റ് ലോഞ്ച് സിസ്റ്റവും അഡ്വാൻസ്ഡ് അറസ്റ്റർ ഗിയർ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഈ കപ്പൽ ഉണ്ടായിരിക്കും. ഇത് വിമാന വിക്ഷേപണങ്ങളുടെയും വീണ്ടെടുക്കലുകളുടെയും പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കും. ഇത് നമ്മുടെ INS വിക്രാന്തിനെക്കാട്ടിലും അതിന്റെ സഹോദര കപ്പലായ IASC-2വിനെക്കാട്ടിലും വലുതായിരിക്കും. ഇതിനുവേണ്ടി ആണവ ഇതര വസ്തുക്കളും സംവിധാനങ്ങളും നൽകാൻ ഫ്രാൻസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ ബജറ്റ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ദീർഘകാല നാവിക ശേഷികളിലെ തന്ത്രപരമായ ഒരു നിക്ഷേപമായിരിക്കും ഇത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് സൈനിക നിരീക്ഷണ ആക്രമണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിൽ അമേരിക്കയിൽ നിന്ന് ഏകദേശം 31 MQ-9B ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ ഇന്ത്യക്ക് എത്താൻ പോകുന്നു. 2029-ൽ ഇതിന്റെ ആദ്യ ബാച്ച് ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. വർഷങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കും കരാറുകൾക്കും ശേഷമാണ് ഇപ്പോൾ വരുന്ന ഈ വികസനം. ഏകദേശം $3.5 ബില്യൺ വിലമതിക്കുന്ന ഈ ഏറ്റെടുക്കൽ അമേരിക്കൻ ഫോറിൻ മിലിറ്ററി സെയിൽസ് പ്രോഗ്രാമിന് കീഴിലാണ് നടക്കുന്നത്. കരാർ പ്രകാരം ഈ നൂതന ആളില്ല ആകാശ വാഹനങ്ങളുടെ വിതരണം 2029 ജനുവരി മുതൽ 2030 സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുമത്രേ. സീ ഗാർഡിയൻ, സ്കൈ ഗാർഡിയൻ എന്നീ 2 വകഭേദങ്ങൾ അടങ്ങുന്ന MQ-9B ഡ്രോണുകൾ 40 മണിക്കൂർ വരെ പറക്കാൻ കഴിവുള്ള ദീർഘദൂര പറക്കൽ കഴിവുകൾക്കും 50,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ കഴിവുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രകടനത്തിനും പേരുകേട്ടതാണ്. ഇതിന് ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണം എന്നിവയ്ക്ക് മാത്രമല്ല ആക്രമണശേഷിയും ഈ ഡ്രോണുകൾക്കുണ്ട്. വിശാലമായ സമുദ്ര അതിർത്തി പ്രദേശങ്ങൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും നിരീക്ഷിക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇപ്പോൾ ഇത് വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.